അഹങ്കാരം ശമിച്ച ഇന്ദ്രൻ ദേവഗണങ്ങളോടൊപ്പം വൃന്ദാവനത്തിലെ ഒരു ഏകാന്ത സ്ഥാനത്തെത്തി. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തിപൂർവ്വം നമസ്കരിച്ച ശേഷം സ്തുതികൾ സമർപ്പിച്ചുകൊണ്ട് താൻ ചെയ്ത അപരാധങ്ങൾ ക്ഷമിക്കണമേ എന്നു വിനയത്തോടെ പ്രാർത്ഥിച്ചു. തുടർന്ന് ഗോവർദ്ധന തടത്തിൽ വെച്ച് കാമധേനു ഭഗവാനെ ക്ഷീരാഭിഷേകം നടത്തി. ഐരാവതം ആകാശഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. ഋഷികളും വേദമാതാക്കളും ദേവഗണങ്ങളും ഗന്ധർവകിന്നരാദികളും ആനന്ദഭരിതരായി ശ്രീകൃഷ്ണ ഭഗവാനുമേൽ പുഷ്പങ്ങൾ വർഷിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിഷേകത്താൽ ഗോവർദ്ധന പർവ്വതം ഹർഷാതിരേകത്തിൽ ദ്രവീഭൂതമായി. അപ്പോൾ പരമപ്രസന്നനായ ഭഗവാൻ തന്റെ ഹസ്തമുദ്രയും പാദമുദ്രയും അതിന്മേൽ പതിപ്പിച്ചു. അവ രണ്ടും പരിപാവനമായ മഹാതീർത്ഥങ്ങളായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിഷേകസ്നാനത്തിൽ നിന്ന് വീണ ആകാശഗംഗാജലം മാനസിഗംഗ എന്ന പേരിൽ പ്രസിദ്ധമായി. കാമധേനുവിന്റെ പാൽ കൊണ്ടു ഭഗവാനെ അഭിഷേകം ചെയ്ത സ്ഥലം ഗോവിന്ദകുണ്ഡം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ദിവ്യതീർത്ഥങ്ങളിൽ ഭക്തിപൂർവ്വം സ്നാനം ചെയ്യുന്നവർ സകല പാപങ്ങളിൽ നിന്നും മുക്തി.